ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡൈമേ ലൈഫായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഫസ്റ്റ് വാവസ് സ്കൂളിലേക്കെല്ലാം പോയിട്ടോ, അതിന് ശേഷം രാവിലെ ടിഫിനായിരുന്നു, അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് വാവസെ കൊണ്ട് ബസ്സെല്ലാം കയറ്റി പിന്നെ ഉച്ചക്കലത്തേക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ആദ്യം ചോറിന് വെള്ളം വെച്ചു കേട്ടോ. അമ്മ TV കാണണം. അപ്പം വേഗം വേകുന്ന അരി തന്നെയാണ്, പക്ഷെ ഫസ്റ്റ് ചോറിന് അരി ഇട്ടിട്ട് പിന്നെ ബാക്കി ജോലിയെല്ലാം ചെയ്യാമെന്ന് വെച്ചു. അപ്പം അങ്ങനെ വെള്ളമെല്ലാം വെച്ചു കേട്ടോ. വെള്ളമെല്ലാം വെച്ചുമ്പോഴത്തേക്ക് അമ്മ ഈ കപ്പയ്ക്കെല്ലാം മുറിച്ച് തന്നായിരുന്നു. പച്ചക്കറിയെല്ലാം മുറിച്ച് തരുന്ന അമ്മയാണ് കേട്ടോ. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് വേഗം മറ്റു ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ ഇരുന്ന് പച്ചക്കറിയെല്ലാം മുറിച്ച് തരുന്ന ജോലി സകലത് അമ്മയാണ് ചെയ്തത്. ഇതെല്ലാം അമ്മയാണ് കേട്ടോ ചെയ്തത്. തക്കാളി, സവോള, ചെറിയുള്ളി സംഭവങ്ങളൊക്കെ അമ്മയാണ് ചെയ്തു തന്നെ കേട്ടോ. ഞാൻ കുക്കിംഗ് പുറത്തുള്ള ജോലിയെല്ലാം ചെയ്യും, പിന്നെ കട്ടിങ്ങെല്ലാം അമ്മയാണ് പച്ചക്കറി കട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എല്ലാം റെഡിയാക്കി ഗ്യാസിനവിടെ കൊണ്ട് വച്ചു കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഒരു ബോട്ടിലേക്ക് ആക്കി. അപ്പോൾ അതിന് ശേഷം കുറച്ച് ആ കവറിലുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ഉള്ളി ചൂടാക്കാൻ പോകണം കേട്ടോ. തേങ്ങ ചൂടാക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇവിടെ എന്ത് കറി വയ്ക്കുകയാണെങ്കിലും തേങ്ങ ചൂടാക്കിയിട്ടൊക്കെയാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ ചുവന്നുള്ളി എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങേൻ്റെ ഒപ്പം തന്നെ വറുക്കാനാണ് കേട്ടോ. അപ്പോൾ നല്ല മണമൊക്കെ കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെന്തയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. വെന്തയും തന്നെ പിന്നെ നല്ല മണമാണല്ലോ. അപ്പം അതും കൂടിയിട്ട് അത് ചെറിയ ബ്രൗൺ നിറമാവുന്ന അത്രയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. ഉള്ളി പിന്നെ നന്നായി ചൂടാവണമെന്നൊന്നും ഇല്ല കേട്ടോ. ഈ ബ്രൗൺ നിറം വെന്തയും ബ്രൗൺ നിറമാകുന്ന അത്രയും ചൂടാക്കി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് തേങ്ങ നന്നായി ചൂടാക്കിയ ശേഷമാണ് കേട്ടോ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് അതൊന്ന് എല്ലാം സെറ്റാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് കേടും വരത്തില്ല. പിന്നെ ആ തേങ്ങ വറുത്ത ആ ചട്ടി തന്നെയാണ് തന്നെ കയ്പ്പിക്ക വറുക്കാൻ പോകുന്നത് കേട്ടോ. വേറെ ചീഞ്ചട്ടി എടുക്കണ്ടെന്ന് വെച്ച് അതിൽ തന്നെ വെക്കാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെ ഇപ്പുറത്ത് വേറെ അടുപ്പിൽ ഞാൻ പയറുപ്പേരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അത് അമ്മ തന്നെയാണ് മുറിച്ച് തന്നെ. മുറിച്ചെല്ലാം വെള്ളമെല്ലാം എടുത്ത് കൊടുത്തപ്പോൾ കഴുകി അടുത്ത് വെച്ച് തന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കടുകെല്ലാം പൊട്ടിച്ചിട്ട് എണ്ണയിൽ വെച്ച് കടുകെല്ലാം പൊടിച്ച് ഉള്ളിയും പച്ചമുളകെല്ലാം മുറിച്ചായിരുന്നു, അതും അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ അത് നന്നായി ഒന്ന് വാടി വന്നു. പിന്നെ വെള്ളം ഒഴിച്ച് പയറെല്ലാം ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇവിടെ മുളക് പൊടി വേണം, കുറച്ച് എരിവ് എല്ലാവർക്കും വേണം. അപ്പം ഇങ്ങനെ നമ്മുടെ പയറുപ്പേരിയും റെഡിയായി കഴിഞ്ഞു കേട്ടോ. അച്ഛൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കണം, ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ചായ വേണമെന്ന് പറഞ്ഞു, കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ആ ഗ്യാപ്പിൽ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങയെല്ലാം ചൂടാക്കി അരച്ചതാ കേട്ടോ. എല്ലാം പുളിയൊക്കെ വെച്ച് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പയ്ക്കയാണ്, നല്ല കശപ്പുള്ള കപ്പയ്ക്കയാണ്. കശപ്പെന്ന് പറഞ്ഞാൽ നല്ല കടും പച്ചില വെള്ള കളർ പോലത്തെ കപ്പിക്കാണ്ട്. ഇവിടെ കപ്പിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പനി വന്ന ദിവസമാണ്, എന്നാലും പച്ചക്ക് കപ്പിക്കായിരുന്നു അന്നത്തെ കറി കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് ചീര ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചെറിയച്ഛൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ചീര കേട്ടോ. അപ്പം അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി വെച്ചു. അമ്മയ്ക്ക് ഇത് പച്ചപ്പയർ ഇഷ്ടമല്ല, ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അമ്മ അത് കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കുറച്ച് ചീരയെല്ലാം പോയി മുറിച്ചോണ്ട് വന്നു കേട്ടോ. ഞാൻ തന്നെ ഒറ്റയ്ക്ക് മുറിക്കുന്ന വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്കത് പറിക്കുമ്പോൾ എടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് പറിക്കുന്നത് കാണിച്ചില്ല. അപ്പം അതെല്ലാം ഞാൻ തന്നെ ഇത് ഞാൻ തന്നെ കേട്ടോ കട്ട് ചെയ്ത്. അമ്മ TV കാണുമായിരുന്നു. പിന്നെ അതെല്ലാം വേഗം കട്ട് ചെയ്ത് പിന്നെ കഴുകി എടുത്തു കേട്ടോ. 2 തവണ കഴുകി ഇങ്ങനെ എടുത്തു. പിന്നെ അത് സെപ്പറേറ്റായി വേവിച്ചു കേട്ടോ. ഇത് വേവിച്ച് പിന്നെയാണ് നമ്മൾ ഉള്ളിയും പച്ചമുളകും തേങ്ങ എല്ലാം ഇട്ട് ചൂടാക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഇത്തിരി കുറച്ച് വേവുണ്ട്. നമ്മുടെ മുരിങ്ങയില പോലെയല്ല, ഇത് കുറച്ച് വെള്ളം വെച്ചിട്ടാണ് വേവിക്കാൻ. അപ്പം അങ്ങനെ അതിൻ്റെ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ കടുക് പൊടിച്ചിട്ടോ. കയ്പ്പിക്ക കറിക്ക് വേണ്ടി കടുകും പൊടിച്ച് കയ്പ്പിക്ക കറി റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ വറമുളകെല്ലാം ഇട്ട് കറിവേപ്പില ഇല്ല കേട്ടോ, അതുകൊണ്ട് കറിവേപ്പില ഇന്നൊക്കെ കറിയിൽ കുറവാണ് കറിവേപ്പില. വറമുളകെല്ലാം പൊട്ടിച്ചിട്ട് കടുകെല്ലാം ഇട്ട് ഇങ്ങനെ അത് കടുക് പൊടിച്ച് അതിലേക്ക് ആക്കിയിട്ടോ. കുക്കറെല്ലാം വെച്ച് കേട്ടോ. മണ്ണിച്ചട്ടി ഞാൻ പൊട്ടിച്ചായിരുന്നു. അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെ കറിയൊക്കെ വെച്ചിട്ട് ഇറക്കി വയ്ക്കുന്ന സമയത്ത് പൊട്ടിയായിരുന്നു. കറി പോയില്ല, വേറെ പാത്രത്തിലേക്ക് ആക്കി. അപ്പോൾ അത് ചിഞ്ഞതുകൊണ്ട് ഇനി അതിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ നമ്മുടെ ചീര ഒന്ന് ഇളക്കി നോക്കുക കേട്ടോ. ഉപ്പെല്ലാം ഇട്ടിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം, വേവുള്ള ചീര കേട്ടോ. ഫസ്റ്റ് നമ്മൾ അറിയാതെ വെച്ചപ്പോൾ കുറച്ച് വെള്ളം കുറവായി വെച്ചുകൊണ്ട് ഇത്തിരി വേകാത്ത പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ വേവിക്കുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ അടുപ്പിൽ തന്നെ നമ്മൾ അതിന് തേങ്ങ ഇതൊക്കെ വറുക്കണമല്ലോ. അപ്പോൾ കടുക് വേണ്ട കേട്ടോ. ഈ ചീര വറുക്കാൻ കടുകിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പച്ചമുളകും ചെറിയുള്ളിയും കൂടി നന്നായി വഴറ്റിയെടുത്തു കേട്ടോ. ബ്രൗൺ നിറം ആവുന്നത്രയും നന്നായിട്ട് വഴറ്റിയെടുത്തു കേട്ടോ. അതിന് പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചായിരുന്നു, അതും അതിൻ്റെ ഒപ്പം കുറിച്ചിട്ടു കേട്ടോ. ഇനി കുറച്ച് തേങ്ങ കൂടുതൽ വേണം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് പ്രധാനം തേങ്ങയാണ്.
തേങ്ങ കുറഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറച്ച് കൂടുതൽ തേങ്ങ ഇടും കേട്ടോ. പിന്നെ അതിൽ തേങ്ങയിലിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തു കേട്ടോ. അടിപൊളി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ചീര ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. മറ്റേ കറിയേക്കാളും ഈ ചീര നല്ല ടേസ്റ്റുള്ള ചീരയാണ്. അപ്പം അങ്ങനെ നമ്മുടെ ചീരയും റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ചോറ് റെഡിയാക്കി കഴിഞ്ഞു. നെക്സ്റ്റ് പയറുപ്പേരിയും സെറ്റായിട്ടോ. പിന്നെ ഇതാ കയ്പ്പയ്ക്ക പുളിയാണ് കേട്ടോ. അങ്ങനെ കയ്പ്പയ്ക്ക പുളിയും റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. ആ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഗായ്സ്.